ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ആരും ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല എന്നോർത്ത് വിഷമിക്കേണ്ട, ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യം തന്നെ ഞാൻ ചിക്കൻ പുരട്ടി വെക്കാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് തൈര്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റ് ഞാൻ ഈ ചിക്കൻ പുരട്ടി വെച്ചതിന് ശേഷമാണ് വറക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു 7 സവാള എടുത്തിട്ടുണ്ട്, ഒരു 20 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക്, 3 തക്കാളി, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ മസാലയ്ക്ക് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഈ 3 സാധനങ്ങൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കേണ്ടതാണ്. അപ്പം ഞാൻ ഈ സമയത്ത് സവാളയൊക്കെ നൈസായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. സവാള നൈസായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വഴണ്ട് കിട്ടും. അപ്പം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് ഞാൻ അരി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇടാൻ പോവാണ്. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം ഞാൻ ചിക്കൻ വറുത്ത ഓയിലാണ് കേട്ടോ മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിയപ്പോൾ ഞാൻ ഇതിലേക്ക് 3 തക്കാളിയും കൂടെ അരിഞ്ഞതിട്ട് കൊടുത്ത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് മസാലപ്പൊടിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാതെ. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല പുളിയുള്ള തൈരും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാവേ. ഈ മസാലയൊക്കെ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ. ഈ സമയത്ത് ഞാൻ റൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഇതിനായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് അതിലേക്ക് ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ക്യാരറ്റും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഊറ്റിയെടുത്ത അരി ഞാൻ ഈ പാനിലേക്കിട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്മെല്ല് വരുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് അളവിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മുടെ റൈസ് കറക്റ്റ് വേവിന് നമുക്ക് കിട്ടത്തുള്ളൂ. ആദ്യത്തെ ടൈമിൽ തീ കൂട്ടി വെച്ചും വെള്ളം റൈസിനൊപ്പം ആകുമ്പോൾ തീ കുറച്ച് വെച്ചും വേണം വേവിച്ചെടുക്കാൻ വേണ്ടി. ഇത് കണ്ടില്ലേ, റൈസ് കറക്റ്റ് വേവിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം, പച്ചവെള്ളം ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം വറുത്തെടുക്കുന്നത്. അതുപോലെ തന്നെ സവാളയും വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാലയും റൈസും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ഇട്ടെടുക്കാം. അപ്പം ഞാൻ അതിനായിട്ട് ഒരു ബിരിയാണി ചെമ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം മസാല ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല, കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നേരത്തെ പോലെ തന്നെ അതിൻ്റെ മുകളിൽ മസാല, അതിൻ്റെ മുകളിൽ റൈസ്, ഗരം മസാല പൗഡർ, കുറച്ച് നെയ്യ്, അങ്ങനെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേളിലായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേളിലായിട്ട് സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം വറുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ദമ്മിന് വെക്കാം. അപ്പം ഞാൻ അടിയിലൊരു താല വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് കേട്ടോ ദമ്മിനായിട്ട് റൈസ് വെക്കുന്നത്. അപ്പം നമുക്ക് അടിക്ക് പിടിക്കാതെ നന്നായിട്ട് റൈസ് കിട്ടുവേ.
അപ്പം ദേ ഞാൻ സാലഡിനായിട്ട് ക്യാരറ്റ്, സവാള, കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് തൈര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ദേ നമ്മുടെ റൈസിൽ ദമ്മൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, കുറച്ചധികം പുതിനയില, നാരങ്ങാനീര്, ഉപ്പ് ഇത്രയും സാധനങ്ങളിട്ട് ഒരു അടിപൊളി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ സാലഡ്, ചമ്മന്തി, പപ്പടം വറുത്തത് ഇതെല്ലാം കൂട്ടി നമുക്ക് ഒരു അടിപൊളി ബിരിയാണി കഴിക്കാം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.